തീ ചാമുണ്ടി തെയ്യം. അശ്വിനി AS BA മലയാളം. ഇന്നലെയാണ് ശിവൻ കണ്ണൂർക്ക് പോയിട്ട് മടങ്ങി വന്നത്. മറ്റൊരാളായാണ് അയാൾ നെല്ലിമനയിൽ എത്തിയത്. മകനിലെ മാറ്റങ്ങൾ കേശവൻ നായരും ദേവകി അമ്മയും കണ്ടില്ലെന്ന് നടിച്ചു. അകത്തളത്തിൽ ചില സമയങ്ങളിൽ അവൻ ധ്യാനനിരതനായിരിക്കുകയും സദാസമയവും പുഞ്ചിരി പൊഴിച്ചിരുന്ന അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ഞരക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഉറക്കമറ്റ നെല്ലിമന ക്ഷയിക്കുവാൻ തുടങ്ങി. രാത്രിയിൽ ചുണ്ട് മുറുക്കി ചുവപ്പിച്ച് കൺപോളയോളം ഉയരത്തിൽ കൺമഷി പുരട്ടി മുറ്റത്തെ തുളസിത്തറയ്ക്ക് കീഴെ ചുവന്ന പട്ടുടുത്ത് ശിവൻ എന്തൊക്കെയോ പുലമ്പി. ബാധ കൂടിയതാണെന്ന് നാട്ടുകാരും ഒഴിപ്പിക്കലിന് ഏർപ്പാട് ചെയ്യാൻ കുടുംബക്കാരും അഭിപ്രായങ്ങൾ പറഞ്ഞു. മനയിലേക്ക് എല്ലാവരും ഭയത്തോടെ ഉറ്റുനോക്കി. പെട്ടെന്നൊരു ദിവസം കേശവൻ നായർ തൂങ്ങി മരിക്കുകയും ദേവകി അമ്മ പിന്നാമ്പുറത്തെ കിണറ്റിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. ശിവന്റെ കണ്ണിലെ കൺമഷി ആരും കാണാതെ താഴേക്കൊലിച്ചിറങ്ങി. അവൻ വീണ്ടും ചായം പൂശി. കറുപ്പിന് തീവ്രതയേറി. ഒരിടവപ്പാതി ദിവസം മനയുടെ മുറ്റത്ത് തീ ആളിപ്പടർന്നു. തറവാട് കുളം തോണ്ടിയവന്റെ കാലിലെ ചിലമ്പിന്റെ ഒച്ച നാടൊട്ടുക്കു മുഴങ്ങിക്കേട്ടു. ജ്വലിക്കുന്ന തീയുടെ വെളിച്ചത്തിൽ ശിവന്റെ 2 കൈത്തണ്ടകളിലും കിടന്ന മുരുക്കിൽ തീർത്ത മിനുക്കും മുത്തുകളും പതിപ്പിച്ച വളകൾ പ്രകാശമാനമായി. എരിഞ്ഞടങ്ങിയ തീക്കനലിന് മുന്നിൽ കൺമഷി എഴുതി, മുഖത്ത് മഞ്ഞൾ പുരട്ടി, തലയിൽ വെള്ളക്കെട്ടും തലതൊട്ട് നിതംബം വരെ കിടക്കുന്ന ചുവന്ന പട്ടും കെട്ടി, അതിന്മേൽ തലപ്പാളി വെച്ച് മുകളിൽ കാട്ടുചെത്തിപ്പൂ കൊണ്ട് തലത്തണ്ട കിട്ടി ശിവൻ ഉറഞ്ഞു തുള്ളി. ചുട്ടുപൊള്ളുന്ന തീക്കനലിനു മേലെ അവൻ നെഞ്ചുതല്ലി വീണു. അർദ്ധരാത്രിയോളം ശിവൻ തുള്ളിയാടി. ചോരതുപ്പി നിലത്തു വീണ ശിവനെ ആരും തിരിഞ്ഞു നോക്കിയില്ല. മനയിൽ നിന്ന് അവൻ പുറത്തിറങ്ങാതെയായി. ചില നേരങ്ങളിൽ അടക്കിപ്പിടിച്ച അലർച്ചകളും ചിലമ്പിന്റെ ഒച്ചയും കേൾക്കാൻ തുടങ്ങി. ഒളിച്ചും പാത്തും പടി കടന്നെത്തിയവരെ അവൻ ആട്ടി ഓടിച്ചു. മനഭീതിജനകമായി നിരത്തിലേക്ക് ഉറ്റുനോക്കി നിന്നു. പൊള്ളിയടർന്ന ശരീരവും പാറിപ്പറന്ന മുടികളുമായി മനയുടെ മുന്നിൽ നിന്ന് അവൻ ആർത്തു വിളിച്ചു. അവന്റെ ശരീരത്തിലെ അടർന്ന ഭാഗങ്ങളിൽ നിന്ന് രക്തം പുറത്തേക്ക് ഗമിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഉടലുകൾ ചായം പൂശാൻ തുടങ്ങി. ഒരിക്കൽ കൂടി തീ ചാമുണ്ടി തെയ്യം അരങ്ങേറി. പകുതി വെന്ത ഉടലും പേറി ഒറ്റക്കോലം കെട്ടിയാടുന്ന മനുഷ്യനെ കാണുവാൻ മനയിൽ ജനങ്ങൾ തിക്കിത്തിരക്കി. മനയുടെ അടിവേരോളം തീ ആളിപ്പടർന്നു. നാടു മുഴുവൻ കത്തി അമരുന്നത് കണ്ട് തെയ്യക്കോലം അട്ടഹസിച്ചു. അവന്റെ ശബ്ദം പ്രമാണിമാരുടെ കാതു തുളച്ചു. നിങ്ങൾ എൻ്റെ നാവു ചവിട്ടി അരച്ചില്ലേ, എൻ്റെ കുല മുടിച്ചില്ലേ, എന്നെ വെറും പൊട്ടൻ തെയ്യമാക്കിയില്ലേ, എന്നിട്ടോ നഗരെ നിങ്ങൾ ഇന്നെൻ്റെ പൈതങ്ങളുടെ അടിവേര് തകർക്കുന്നു. ഗതികെട്ട ഈ ലോകത്തിൻ്റെ നാശം കാണാതെ തെയ്യം നാടൊഴിയില്ല, ഈ ദേഹവും ഒഴിയില്ല. കറുത്ത മഷി പുരട്ടിയ തീ ചാമുണ്ടി തെയ്യത്തിൻ്റെ കണ്ണുകളിൽ ചുവപ്പ് രക്തം പടർന്നു. കാട്ടുചെത്തിപ്പൂവുകൾ തീക്കനലുകളായി മാറി. പക